വാസ്കോ എവിടാ? ഞാൻ ടർബോ ജാസിനെ കാണാൻ വന്നയാ. ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എല്ലാവരും കൂടി ഒരു ചെറിയ പടത്തിന് വന്നാണ്. ചെറിയ പടം, വലിയ പടം. ഓക്കെ ഗൈസ്, അപ്പൊ കൂട്ടത്തിലൊരു മോഹൻലാൽ ഫാൻ ഉണ്ട്. നമ്മള് പടം പടം കാണും. അതെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് പടം കണ്ടു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ. അപ്പൊ എന്തായാലും നിങ്ങള് അത് കണ്ടിട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. മനുഷ്യ പൈസ കൊടുക്കാൻ ഞാൻ മോനെ കാശ് കടയുണ്ട്, ചിപ്സ് ഒക്കെ മേടിച്ച് കയറായിരുന്നു. ആണല്ലേ? ഇത് ഓടിട്ട മറ്റേ ഇതല്ല, ഇതിനകത്തേക്ക് പുറത്തുള്ള സാധനങ്ങളൊന്നും കേറ്റില്ല. എന്തായാലും കേറി കാണല്ലേ ഒരു വിളിപ്പ്. പടം തുടങ്ങി. ഗൈസ് അങ്ങനെ ഇൻട്രോയിലായി. എങ്ങനുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. ആണല്ലേ ഗൈസ്, ഇൻട്രോയിൽ വരെ അടിപൊളിയായിരുന്നു. കൊമ്പാച്ച അല്ലല്ലേ? ആ ഒരു ഫ്ലോയിൽ അങ്ങ് നിക്കുക. അപ്പൊ ക്യാമറ ഓഫ് ചെയ്യില്ലല്ലോ. ഗൈസ് അങ്ങനെ പോപ്കോൺ ആരെ സ്പോൺസർ ചെയ്ത? ഒരു ചലഞ്ച് തരാം. എനിക്ക് എന്തായാലും പടം തീരാൻ നേരത്ത് കാണാം. എന്നിട്ട് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ പടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊമ്പാച്ച എങ്ങനെ ഉണ്ടായിരുന്നു? മനുഷ്യ എങ്ങനെ ഉണ്ടായിരുന്നു പറ. എന്റെ അമ്മ, നമ്മള് വിചാരിച്ച പോലെയൊന്നും അല്ല പടം. എന്തെങ്കിലും എന്തൊക്കെ പറയണ ആഗ്രഹം, പക്ഷെ സൗണ്ട് ഇല്ല. എങ്ങനെ ജോസേട്ടന്റെ അമ്മച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും അടിപൊളി അല്ലേ? ഗൈസ് എല്ലാരും അടിപൊളി പടം. അപ്പൊ വന്ന് കേറി പറഞ്ഞ ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ ഇരുന്നു അല്ലേ? രാവിലെ ഒന്നും കഴിക്കാത്തല്ല. കേറിയില്ലേ? ആ എന്നാ കേറണ്ട. അക്ക എങ്ങനെയുണ്ട്? എന്ത് ആണല്ലേ? ഫുഡ് കഴിച്ചിട്ടാണോ? എവിടെ പോണ്? ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ട് പോകുന്നു? ഞാനൊരു സമ്മാനം മേടിക്കാൻ പോവാണ്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണോ? അത് എന്തിനാണുള്ളത് എനിക്ക് പിന്നെ പറയാൻ പറ്റത്തുള്ളൂ. അത് സമ്മാനം മേടിക്കാൻ പോകാം. പിന്നെ എന്തായാലും ചെന്നിട്ട് കാണാം. എന്തോ എത്തിക്കാൻ വേണ്ടി പോവാ. എന്താ ഇവിടെ നോക്കിയിരിക്കണം ഗൈസ്? ഇവിടെ വന്നിട്ട് കുറെ നേരമായിട്ട് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ബുക്ക് ക്യാമ്പേഴ്സിന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന സാധനം ഇതാണ്. നമ്മൾ യൂസ് ഇല്ലാത്ത സാധനം ഗിഫ്റ്റ് കൊടുത്തില്ലായിരുന്നു. നിനക്ക് യൂസ് ആവുന്നെന്ന് പറ. ഇതെങ്ങനെ നീ തന്നെ സമ്മാനം കിട്ടിയ എനിക്ക് അപ്പൊ ഇതൊന്നും ഒരു സാധനം ചൂസ് ചെയ്യാൻ പോവാണ്. മേടിക്കും ഇങ്ങനെ ഇനി ഗൈസ്. അപ്പൊ ഇവിടെ ചലഞ്ച് അവരാണെങ്കിലും വ്ലോഗ് നമ്മളാണ്. ഗിഫ്റ്റ് നമുക്ക് മേടിച്ചു അത് പയ്യെ കാണാം. അപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് വാസ്കോ പൊക്കത്തേക്ക് പോയിരിക്കുവാണ്. എന്തിനാന്ന് വല്ലതും അറിയാവോ? എന്നെ കൊണ്ട് കുറച്ചു മുമ്പ് കടയിലേക്ക് പോയായിരുന്നു. എനിക്കറിയാൻ ഇല്ല ആദ്യമായിട്ട് ഞാൻ അവന്റെ ഒരു സംഭവം നമുക്ക് വേണ്ടി എന്താ സാധനം മേടിച്ചിട്ടുണ്ട്. എന്താ വാസ്കോ? ഇതെന്താ എന്താ മുണ്ടക്കൊടുത്ത് ചൂരലൊക്കെ ഉണ്ടല്ലേ? അതെ, ചാലഞ്ച് നിങ്ങളായിരിക്കും, പക്ഷെ ബ്ലോഗ് നമ്മളാണ്. അവിടെ പോയിരുന്നേ ഇരുടാ അവിടെ എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എല്ലാവരും അക്കൗണ്ടിലോട്ട് ഇപ്പൊ റീൽ അയക്കും. ഓക്കെ, ഫോൺ എടുത്തിട്ട് വരാം. പറയും വെയിറ്റ് ഇവിടെ ഇരി. ആ റീല് അയക്കും. 2 മിനിറ്റ് ഞാൻ ടൈം തരത്തുള്ളൂ. ആ റീല് വഴി പോയി അവര് പറഞ്ഞ സാധനം വായിച്ചു കഴിഞ്ഞാൽ ഒരു ആൻസർ കിട്ടും. അതൊരു നമ്പർ ആയിരിക്കും. ആ നമ്പർ 2 മിനിറ്റിനുള്ളിൽ പറയുന്ന ആർക്കാണോ അവർക്ക് കമന്റ് എടുക്കരുത്. അത് പിന്നെ ആർക്കും പറ്റൂലേ? കമന്റ് നോക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ നോക്കാതിരുന്നവരെ നിങ്ങൾ തെണ്ടിത്തരം കാണിക്കരുത്.
അപ്പൊ പക്ഷെ നിങ്ങൾക്ക് അത് നിങ്ങളെ ഫോൺ കണ്ടോണ്ട് ചെയ്താലേ കിട്ടത്തുള്ളൂ. അത് കുറച്ച് ടഫ് സാധനമാണ്. വീഡിയോ പിന്നെ പ്രൈസ് ഇല്ല. ക്രിസ്മസിനെ മാത്രമായിട്ട് വെക്കുവോ? ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ കഴിച്ചെടുക്കുന്നത് എല്ലാം തെണ്ടികളാണ്. ഞാനത് മറന്നുപോയി. ഓക്കെ അപ്പൊ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തവണ പ്ലേ ചെയ്യാം. എന്നിട്ടായിരിക്കും 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വീഡിയോ അയച്ചിട്ടുണ്ട്. എന്റെ എടാ വക്രേ, നിന്റെ ഫോൺ എന്റെ നീ ഇത് കണ്ടോ? നീ കൊമ്പന്റെ കേട്ടാ വീഡിയോ കാണട്ടെ. ഓക്കെ, നിങ്ങളുടെ IQ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ? ഈ കാണുന്ന ചിത്രത്തിലെ താഴെ തുറക്കാൻ വേണ്ടി ഒരു പിൻകോഡ് ആവശ്യമാണ്. ആ പിൻകോഡുകൾ കിട്ടാനുള്ള ക്ലൂ ആണ് ഇടത്തെ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ റോയിലെ ഒരു നമ്പർ ശരിയാണ്, അത് കറക്റ്റ് സ്ഥലത്താണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ റോയിലെ ഒരു നമ്പരും ശരിയല്ല. മൂന്നാമത്തെ റോയിലെ ഒരു നമ്പർ ശരിയാണ്, പക്ഷെ കറക്റ്റ് സ്ഥലത്തല്ല ഇരിക്കുന്നത്. നാലാമത്തെ റോയിലെ 2 നമ്പറുകൾ ശരിയാണ്, പക്ഷെ കറക്റ്റ് സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഈ ക്ലൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. എങ്ങനെയാ, ബുദ്ധി പരീക്ഷിച്ചാലോ? ഓക്കെ, ഇല്ല പറയണ്ട. ഓക്കെ, ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്തു. നീ വെയിറ്റ് ചെയ്യ്. പറയണ്ട, അത് ഹോൾഡ് ചെയ്തോ. അത് നിനക്ക് ആദ്യം കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഇതിൽ ആരൊക്കെയാണ് ബുദ്ധിയുള്ള ഗെയിമേഴ്സ് കാണാം. ഗെയിമേഴ്സ് ആയിട്ടാണല്ലോ എല്ലാത്തിനും പോയത് ഇവന്മാരൊക്കെ. ഓക്കെ, ഫസ്റ്റ് കൈ വെക്കുന്നവർക്ക് ഓരോരുത്തർക്ക് ആൻസർ പറയാം. ഇപ്പഴല്ല, ആദ്യം കൊമ്പനാണ് കേട്ടോ കൈ വെക്കുന്നത്. ഇല്ല, ആദ്യം പറയണ്ട, ചാൻസ് ഉണ്ടാ. ഇല്ല, സമയം കഴിഞ്ഞില്ല. 1 മിനിറ്റ്. 1 മിനിറ്റ്. 1 മിനിറ്റ് ആയ ഇനി 1 മിനിറ്റ് ഇവിടെ. നിന്റെ ബുദ്ധി, നിന്റെ കക്കവാരി ബുദ്ധി വരട്ടെ. ചൗക്കയുടെ അഭിമാനമായ ചൗക്കക്കാര ബുദ്ധി വരട്ടെ. മലപ്പുറം, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ അടിച്ചോണ്ടല്ലേ ഞാൻ. കൊഴപ്പില്ല. ഇന്നലെ ഞാൻ ചുമ്മാ കണ്ടുപിടിച്ചോ. പിന്നെ കാണാണ്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ പൊട്ടന്മാരെ? 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ആദ്യ കൊമ്പൻ 164. ഓക്കെ, അടുത്തത് 461. ഞാനും നോക്കട്ടെ, മറന്നു. കൊമ്പത്തിലാണ് 461. രവി 321. കൊമ്പൻ ജയിച്ച്. അതില് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് വെച്ചാൽ കിട്ടും. സത്യം പറഞ്ഞാൽ ഇതിൽ ഇച്ചിരി ബുദ്ധിയുള്ളത് ഐക്യപരമായിട്ട് ചിന്തിക്കുന്നത് കൊമ്പ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എടോ പൊട്ടക്കണാപ്പാ മണ്ട. അത് കണ്ണുകൂട്ടി പറയണേ, കണ്ണുകൂട്ടി പറയണം. ഞാനാണത് കണ്ടുപിടിച്ചത്. ഈ ഫസ്റ്റത്തെ ലൈനില് 6, ഈ 2 ഇല്ലേ, ഈ 3 ട്രാക്കിൽ ഒരു സാധനവും ഇല്ല. ഈ 6 എന്ന് പറയുന്ന സാധനം അത് ഇതില് മാത്രമേ ഉള്ളൂ. 6 എന്ന് പറയുന്നത് ഇതില് ഒന്നും ഇല്ലെന്ന് അവര് പറഞ്ഞു. ഈ ഒറ്റ സംഖ്യ ഉള്ളെന്ന് അവര് പറയുന്നു 3ാമത്തെ ട്രാക്കിൽ. ആ 6 മിഡിലാണ് വരുന്നത്. ഈ 2 സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ടാ മാത്രമേ പ്രശ്നം കഴിഞ്ഞു. 1, 2 അങ്ങോട്ട് തിരിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കാര്യമൊന്നും അത് ബുദ്ധിയായി. ഇനി നമുക്ക് കൊമ്പനോട് വെക്കാം. കൊമ്പാച്ചൻ പറ. എടാ അതവൻ തന്നെ പറഞ്ഞാ ആദ്യത്തേൽ ഒറ്റ എന്നാ ഓക്കെ. അയാളെ ഗിഫ്റ്റ് ഗെയിമർ അല്ലെങ്കിൽ എഡിറ്റർ എന്നതിലേക്ക് നമുക്ക് അധിക സമയങ്ങൾ ആവശ്യം വരാറുള്ളത് ഒന്ന് ചിപ്സ്, ഒന്ന് ഡ്രിങ്ക്സ് ആണ്. അപ്പൊ അതിലൊരു സാധനം ഗിഫ്റ്റ് കാണിക്കാൻ ഞാൻ കാണിച്ചില്ലെന്ന്.
ഇതൊക്കെ മാഷ് വന്നിട്ട് എന്റെ എടാ ഗിഫ്റ്റ് കാണിക്കടാ നാട്ടുകാർക്ക്. കൊടുക്കാം. മാഷിനെ കാണിച്ചു തരാം കേട്ടോ. ആണല്ലേ? അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? ഇതേപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ സത്യം ബുദ്ധി സത്യം ഞാൻ ഇതേപോലെ ഞാൻ എന്തെങ്കിലും കണ്ടുപിടിക്കാം എന്നിട്ട് കൊണ്ടുപോയിട്ട് നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറയും. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ ആരാന്ന് വെച്ചാൽ അവനറിയില്ല. പറയും മുഖ്യമന്ത്രി അപ്പൊ ഇനി എന്തായാലും ഒരു ഔട്ട്ഡോർ ആയാലോ? അപ്പം എന്തായാലും ക്വിസും പരിപാടിയും കാര്യങ്ങളൊക്കെ തീർന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.